വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടം. അതിനുവേണ്ടി ഞാൻ എല്ലില്ലാണ്ട് ചിക്കൻ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഉപ്പ്, മുളക് പൊടി, ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാട്ടാ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂട്ടിയിട്ട് നമ്മളത് നന്നായി മിക്സ് ആക്കണം. നമ്മളിത് നന്നായിട്ട് ഫ്രൈ ആക്കണം. ഒരു അരമണിക്കൂർ നേരം ഇത് പുറത്ത് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അത് ചിക്കന്മേ പിടിക്കും. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ നേരം പുറത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കത് വറക്കാം. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വീത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് വേപ്പിൻ്റെ അതുപോലെ നമ്മൾ ചിക്കൻ അരമണിക്കൂർ നേരം പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വറക്കാനായിട്ട് പോവാം. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവണം. കുറച്ചും കൂടി വെളിച്ചെണ്ണ വീത്താം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. നന്നായി ഫ്രൈ ആവട്ടെ അത്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ശേഷമായി തുടങ്ങി. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം വറക്കണം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി അത് ഞാൻ എടുക്കാം. അതുപോലെ കുറച്ച് വറ്റൽമുളക് അത് ഒന്ന് ഫ്രൈ ആക്കണം. എന്നിട്ട് ഈ വറ്റൽമുളകിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും കുറച്ച് മിക്സിയിൽ അടിച്ച് വെക്കണം. കുറച്ച് മാറ്റി വെക്കണം. ഞാൻ വറ്റൽമുളക് എടുക്കാൻ പോവാം. ഫ്രൈ ആക്കാൻ വെച്ച ചിക്കനിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണം. നേരെ ഒരു പുളിക്ക് വേണ്ടിയിട്ട്. നേരത്തെ വറ്റൽമുളക് വറക്കാൻ വെച്ച വെളിച്ചെണ്ണയിൽ ഞാൻ സബോള വഴറ്റാൻ പോവാം. പിന്നെ അതിൽ കുറച്ച് പെരിഞ്ജീരകം, ഒരു സ്പൂൺ പെരിഞ്ജീരകം ഇടാം. ഇത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നമ്മൾ അണ്ടിപ്പരിപ്പും വറ്റൽമുളകും കുറച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഞാൻ ഇത് മിക്സിയിൽ അടിച്ച് വരട്ടെ. നമ്മൾ വെച്ച സബോള നന്നായിട്ട് ഫ്രൈ ആയി. അതിൽ നമ്മൾ നേരത്തെ വറ്റൽമുളകും അണ്ടിപ്പരിപ്പും അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇടാം. കുറച്ച് സ്പൈസി ആണ് കേട്ടോ ഈ കറി. അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി.
അത് നമ്മൾ ഇതിലിടണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുണ്ട്, അതുപോലെ സവോള വറുക്കാൻ വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ല. അതിപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ലേശം ഉപ്പിടുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാര ഇടാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് വീത്ത, ഒരു 2 സ്പൂൺ. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ അവസാനത്തെ സ്റ്റേജായി. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽ മുളക് ഇതിലിടാം. അതുപോലെ അണ്ടിപ്പരിപ്പ്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. പിന്നെ ഞാൻ അതൊരു പാത്രത്തിലെടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം കറി തയ്യാറായി. ഇത് ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അതുപോലെ നമ്മളെല്ലാ ദിവസവും ചിക്കൻ വേറെ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടും അങ്ങനെയൊക്കെയല്ല വെക്കാറ്. അത് ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.